നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് OBS സ്റ്റുഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഒരു ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ എങ്ങനെ OBS സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ നമുക്ക് പ്രവർത്തന സജ്ജമാക്കാം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് OBS സ്റ്റുഡിയോയിലാണ്. OBS സ്റ്റുഡിയോൻ്റെ പ്രത്യേകത, നമുക്കൊരു കാര്യം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കാണാവുന്ന തരത്തിൽ ഒരു സ്ക്രീൻ ക്രമീകരിച്ച് അതിൻ്റെ വലുപ്പം ക്രമീകരിച്ച് നമുക്ക് സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ പ്ലേസ് ചെയ്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മുടെ മുഖഭാവവും കൃത്യമായി കാണികളിലോട്ട് അവതരിപ്പിക്കാവുന്ന തരത്തിൽ ഡ്യുവൽ സംവിധാനത്തോടു കൂടി ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകത. അപ്പോൾ OBS സ്റ്റുഡിയോ എങ്ങനെ നമുക്ക് നമ്മുടെ ലിനക്സ് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടത്, നമുക്ക് ആദ്യം ഒരു വെബ് ബ്രൗസർ തുറന്ന് നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. ആ ഇൻ്റർനെറ്റ് കണക്ഷനിൽ കൂടെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നതും സെയിം ടൈം നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതും. നമ്മളൊരു ബ്രൗസർ തുറന്നു. ഞാനിവിടെ ഗൂഗിൾ ക്രോമാണ് തുറക്കുന്നത്. അവിടെ നമുക്ക് OBS സ്റ്റുഡിയോ ഡൗൺലോഡ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഞാൻ ടൈപ്പ് ചെയ്തിട്ടുള്ള കാരണമാണ് അത് വന്നിട്ടുള്ളത്. എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ obsproject.com നിന്ന് ഡൗൺലോഡ് OBS സ്റ്റുഡിയോ എന്നുള്ളത് നമുക്ക് കിട്ടും. നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. 3 വ്യത്യസ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള വേർഷൻ നമുക്ക് കിട്ടും. ഒന്ന് വിൻഡോസ് വേർഷൻ, മറ്റേത് മാക് വേർഷൻ, പിന്നെ ലിനക്സ് വേർഷനും കിട്ടും. ദെൻ നമ്മൾ ലിനക്സ് വേർഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക 3 പ്രധാന കമാൻഡുകളാണ്. ഈ കമാൻഡുകൾ ടെർമിനൽ തുറന്ന് അതിൽ കോപ്പി ചെയ്ത് എൻ്റർ ചെയ്ത് പാസ്വേഡ് അടിച്ചു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്ത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊള്ളും. അപ്പോൾ നമുക്ക് ആദ്യം OBS സ്റ്റുഡിയോന് വേണ്ടുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു മുന്നൊരുക്കാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് sudo സ്പേസ് apt സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് ffmpeg എന്നുള്ള കമാൻഡ്. നമുക്കിത് തെറ്റാതെ, സ്പെല്ലിംഗ് തെറ്റാതെ സ്പേസ് കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുക്കാൻ കഴിവുള്ളവർക്ക് അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നാൽ ഒട്ടും തെറ്റ് വരുത്താതെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് അതിനെ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും മെത്തേഡിൽ അതിനെ കോപ്പി ചെയ്യുക. ഞാനിവിടെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് കോപ്പി ചെയ്യുന്നത്. ദെൻ വേറൊരു വർക്ക് സ്പേസിൽ നമ്മൾ എടുത്ത് ടെർമിനൽ തുറക്കുന്നു. ആ ടെർമിനലിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ എഡിറ്റ് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ അതിനെ എൻ്റർ ബട്ടൺ അമർത്തി എൻ്റർ ചെയ്യുക. ദെൻ അപ്പോൾ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യണത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ടുള്ള അപ്ഗ്രേഡ് വേർഷൻ നമുക്ക് ചെയ്യും. എൻ്റെ ഓൾറെഡി ചെയ്തിട്ടുള്ള കാരണമാണ് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞത്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസ് ലെവൽ പാക്കേജ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചെറിയൊരു സമയമെടുക്കും. നിങ്ങളത് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. ദെൻ അടുത്തതിലേക്ക് നമുക്ക് പോവാം. അതായത് നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്കറിയാം രണ്ടാമത്തെ കമാൻഡ് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ കമാൻഡ് നമ്മൾ കോപ്പി ചെയ്തു. ദെൻ ടെർമിനലിലോട്ട് തിരിച്ചു വരാം. ഈ ടെർമിനലിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ പേസ്റ്റ് ചെയ്യുക. അങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കമാൻഡ് അടിക്കുക. എൻ്റർ കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത് വർക്ക് ചെയ്യും. അപ്പോൾ പ്രസ് എൻ്റർ ടു കണ്ടിന്യൂ എന്ന് പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമ്മൾ അതിനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മുടെ എത്ര പെർസെൻറ്റേജ് എന്നുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരും. നമ്മൾ ക്ഷമയോടുകൂടി അതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രോഗ്രസ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവസാനം മൂന്നാമത്തെ കമാൻഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇതേ രീതിയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമുക്ക്
നമ്മുടെ ബ്രൗസറിലോട്ട് തിരിച്ചു പോവുക. ബ്രൗസറിൽ തിരിച്ചു പോയിട്ട് ആ ഏറ്റവും അവസാനത്തെ കമാൻഡ് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, എല്ലാ ക്യാരക്ടേഴ്സും അതിൽ കോപ്പി ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ഒരു ക്യാരക്ടർ കോപ്പി ചെയ്തിട്ടില്ലെങ്കിൽ കമാൻഡ് എന്നുള്ളത് തെറ്റിപ്പോവും. കമാൻഡ് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല, അത് പകച്ചു നിൽക്കും, നമ്മളും പകച്ചു പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് കോപ്പി ചെയ്യുക. ദെൻ നമ്മൾ തിരിച്ചു പോവുക, അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം പിന്നെയും എൻ്റർ അടിക്കുക. അപ്പോൾ ന്യൂലി ഇൻസ്റ്റാൾഡ് ടു റിമൂവ് ആൻഡ് നോട്ട് അപ്ഗ്രേഡഡ് എന്ന് പറഞ്ഞ് വരാൻ കാരണം ഓൾറെഡി എൻ്റെ ചെയ്തിട്ടുള്ള കാരണമാണ്. ഓക്കെ, ഇനി എത്ര എൻ്റർ ചെയ്താലും അങ്ങനെ തന്നെയാണ് വരുള്ളൂ. മൂന്നാമത്തെ കമാൻഡോട് കൂടി അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തുടങ്ങുകയും അത് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് പൂർത്തീകരിക്കുകയും ചെയ്യും. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാൾ കുറച്ചും കൂടി സമയം നിങ്ങൾക്ക് എടുത്തേക്കാം. മൂന്നാമത്തെ കമാൻഡ് അതിൻ്റെ പ്രോസസ്സ് അവസാനിക്കുന്നതോടുകൂടി OBS സ്റ്റുഡിയോ സിസ്റ്റത്തിൽ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ മെനുവിൽ അത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ സിസ്റ്റം ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് ഒന്ന് റീലോഗിൻ ചെയ്തിട്ട് രണ്ടാമതും കയറാം. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ ആ മെനുവിൽ ആൽഫബറ്റിക്കൽ ഓർഡറായിട്ട് OBS സ്റ്റുഡിയോ നമുക്ക് കാണാനും പ്രവർത്തിപ്പിക്കാനായിട്ടും സാധിക്കും. വളരെ ചെറിയ ഒരു പ്രക്രിയയിലൂടെ വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. 3 കമാൻഡുകൾ 1 by 1 ആയിട്ട് കോപ്പി ചെയ്ത് ടെർമിനലിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിച്ച് പാസ്വേഡ് ഇട്ട് അതിൻ്റെ പ്രോസസ്സ് ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അത് ആർക്കും ചെയ്യാനായിട്ട് സാധിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ച് സമയം എടുക്കും. അത് നിങ്ങളുടെയോ സിസ്റ്റത്തിൻ്റെയോ കുഴപ്പമല്ല എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ടെർമിനൽ ഒന്നില്ലെങ്കിൽ ക്ലോസ് ബട്ടൺ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ കമാൻഡിൽ കൂടെ എക്സിറ്റ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ടും ടെർമിനൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.